This was a disaster. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഹൈലൈറ്റ് മാളിലേക്കാണ്. കുറച്ച് പർച്ചേസ് ഉണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 7 മണി കഴിഞ്ഞ്. പിന്നെ അവിടെ പെരുന്നാളിന്റെ ഡെക്കറേഷൻ ഒക്കെ ഉണ്ട്. UPI ചെയ്യാനുള്ള എന്റെ ഫോണിൽ ചാർജ് ഇല്ലാകുമ്പോൾ അവർ റിയാക്ഷൻ. ഈ സാധനം പുതിയതാണ്, നമ്മൾ ട്രൈ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവള് വേണ്ടാന്ന് പറഞ്ഞു. 8000 സ്റ്റെപ്പ് നടന്നു. അതിന്റെ റിവാർഡായിട്ട് നമ്മൾ ഇന്ന് 2600 കലോറി ഇന്ന് ഈറ്റ് ചെയ്യും. 100 കലോറി ബേൺ ചെയ്തിട്ട് എന്താല്ലേ. അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സിനമൻറ്റി ആണ് പറഞ്ഞത്. സിനമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറാമ്പട്ടയാണെന്നുള്ള കാര്യം എനിക്ക് കൺഫ്യൂസ്ഡ് ആയി പോയി. ഞാനത് ഏലക്കയാന്ന് തെറ്റിദ്ധരിച്ച് മേടിച്ചു. ഭാഗ്യമാണെങ്കിൽ ആ ഓക്കെ എന്ന് പറഞ്ഞു. അവളപ്പ കേട്ടത് അത് കാർഡ്മന്നായിരുന്നു. അങ്ങനെ ഏതായാലും മരുന്ന് കറക്റ്റ് അയച്ച് അത് കുടിച്ചു. അപ്പൊ അവൾക്ക് തീരെ ഇഷ്ടമായില്ല. സബ്സെബട ശുദ്ധ പാനി മേടിച്ചു വെച്ചു. പിന്നെ ഈ 24 പീസസ്, അതായത് 6 ഡിഫറെന്റ് ഫ്ലേവേഴ്സിൽ ഈ ഒരു പോപ്പേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു കോംബോ നമ്മൾ ട്രൈ ഔട്ട് ചെയ്തു. ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന യാതൊരു ഒപ്പവും ഇല്ലായിരുന്നില്ല. അതൊരു ചാലഞ്ച് പോലെ നമ്മൾ ഏറ്റെടുത്തു. ഫസ്റ്റ് റാപ്പ് കഴിച്ചപ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഫിൽ ആയിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലേവറിലുള്ള ചിക്കൻ പീസ് എടുത്തു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും എൻജോയ് ചെയ്ത് കഴിക്കുകയും ചെയ്തു. അങ്ങനെ അത് ഫിനിഷ് ചെയ്തു. പിന്നെ സെക്കൻഡ് കൊറിയൻ സോസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സോസിൽ മുഖ്യ സാധനമായിരുന്നു. അത് രണ്ടുപേർക്ക് അത്ര ഇഷ്ടമായില്ല. പക്ഷെ എങ്കിലും അത് കഴിച്ച് നമ്മൾ ഫിനിഷ് ചെയ്തു. അങ്ങനെ നമ്മൾ തേർഡ് ഐറ്റം എടുത്തു. തേർഡ് ഐറ്റം അത്യാവശ്യം സ്പൈസി ഉള്ളതായിരുന്നു. അങ്ങനെ കഴിച്ചിട്ട് ഓൾറെഡി നമ്മൾ ഫില്ലായതുകൊണ്ടായിരിക്കും പിന്നെ ടേസ്റ്റ് എന്ന് പറയാതെ മുഖത്തോട് നോക്കി നക്കി നോക്കിയിട്ട് ഒരു പുളിപ്പ് രസം കിട്ടിയത്. അങ്ങനെ അത് ഫിനിഷ് ചെയ്തു. പിന്നെ നമ്മൾ ഫിഫ്ത്ത് ഐറ്റത്തിലേക്ക് വന്നു. ഫിഫ്ത്ത് ഐറ്റം കൂടുതൽ സ്പൈസി ആയിരുന്നു. അങ്ങനെ അതെടുത്ത് അതും വായിൽ വെച്ച് നോക്കിയപ്പോൾ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. വെറുതെ എന്തോ ഒരു ചിക്കനോട് മടുപ്പ് തോന്നിയ പോലെ തോന്നി തുടങ്ങി. അങ്ങനെ ഒരേ ഐറ്റം കുറേ സാധനം കഴിച്ച് അങ്ങനെ അത് ഫിനിഷ് ചെയ്തു. പിന്നെ നമ്മള് 6th ഐറ്റത്തിലേക്ക് വന്നു. അങ്ങനെ 6th ഐറ്റം എങ്ങനെയൊക്കെയോ അകത്താക്കിയെന്ന് വേണം പറയാൻ. സത്യം പറഞ്ഞാൽ ഭാഗ്യക്കും എടുത്തിട്ട് ഭാഗ്യ ഗിവ് അപ്പ് ചെയ്തു. പക്ഷെ ഞാൻ ഓൾറെഡി കാശ് കൊടുത്ത് മേടിച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വയറിൽ സ്പേസ് ഉണ്ടാക്കി. ഈ കാണുന്ന റിയാക്ഷൻ വെറും നാടകം മാത്രം. കാരണം അത്രയും നമുക്ക് ഫില്ലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് എങ്ങനെയൊക്കെയോ ഫിനിഷ് ചെയ്തു. ഞാനാണത് കഴിച്ചത്. വായിക്ക് കുറച്ച് കഴിച്ചുള്ളൂ. പിന്നെ ഇതിന് ഈ ഒരു ഐറ്റം ഡെസേർട്ട് വായിക്ക് നല്ല ആശ്വാസമായിരുന്നു. അങ്ങനെ അതും കഴിച്ച് സബ്സെബട ശുദ്ധപാനിയും കഴിച്ചത് നക്കി തുറക്കുന്നുണ്ടല്ലേ. സബ്സെബട ശുദ്ധപാനിയും കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ കൈയൊക്കെ കഴുകിയിട്ട് പിന്നെ നമ്മൾ നേരെ ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. ലിഫ്റ്റ് കയറിയപ്പോൾ അതേ ക്യാമറ അപ്പൊ കൊടുക്കട്ടെ ഇരുമ്പ അതേ കോൾഗേറ്റിന്റെ പരസ്യം കണ്ടില്ലേ. പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയാൽ പിന്നെ അറിയാമല്ലോ, അതേ ഒരു ആപ്രോണൊക്കെ എടുത്തു. പിന്നെ ഈ ഒരു സാധനത്തിന്റെ പേര് കണ്ടോ, ഇഫ് യു നോ യു നോ. ഏത് അങ്ങനെ പിന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള കുറേ ഫ്രൂട്ട്സും ഫുഡ് ഐറ്റംസും ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് തന്നു. പിന്നെ ഷോപ്പിംഗ് തുടങ്ങി കഴിഞ്ഞാൽ അറിയാമല്ലോ. അങ്ങനെ അതൊക്കെ കൊടുത്ത് ബില്ല് ചെയ്ത് പിന്നെ നേരെ കാറിലെത്തി. സാധനങ്ങളൊക്കെ കാറിലേക്ക് ലോഡ് ചെയ്തു. അങ്ങനെ ഇതേ ഭാഗ്യം അവളുടെ തള്ളുവണ്ടി സൈഡാക്കി വരുന്ന കണ്ടില്ലേ. നമ്മളെ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് തള്ളുവണ്ടി. ഇതിലവള് ബെസ്റ്റാണ് ഈ സാധനം ഡ്രൈവ് ചെയ്യാനായിട്ട്. അങ്ങനെ പിന്നെ പുറത്തിറങ്ങിയപ്പോഴാണ് നല്ല തിരക്ക്. പെരുന്നാളിന്റെ തിരക്കൊക്കെ ആയിരിക്കും. അങ്ങനെ മഴ. അങ്ങനെ വീട്ടിലെത്തി ഒരു വിധത്തിൽ പിന്നെ ഈ ഒരു ലിച്ചി ഡ്രിങ്ക് കുടിച്ച് കിടന്നുറങ്ങി. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ ബൈ.